3-4 മാസം മുൻപ് ഞാൻ കൂർക്ക നടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ആ കൂർക്കയൊക്കെ നന്നായിട്ട് വളർന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ അതൊക്കെ പറിക്കേണ്ട സമയമായി. എങ്ങനെയാണ് കൂർക്ക പറിക്കേണ്ട സമയമായി എന്ന് നമുക്ക് മനസ്സിലാവുക? കൂർക്ക പറിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടുകളൊക്കെ പഴുത്ത് അതൊക്കെ ഉണങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കൂർക്ക പറിക്കാറായിരുന്നു. പിന്നെ മാത്രമല്ല, കൂർക്ക മണികൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അതിലിങ്ങനെ കാണാനും സാധിക്കും. അപ്പോൾ അതാ ഞാനിന്ന് എൻ്റെ കൂർക്ക വിളവെടുക്കാനായിട്ട് പോവാണ്. ഞാനൊരു 11 ഗ്രോ ബാഗിലാണ് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഗ്രോ ബാഗിൽ നിന്നും ഞാൻ മണ്ണ് മാറ്റി പതുക്കതാ കൂർക്ക വിളവെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഭയങ്കര വലിയ വിളവൊന്നും കിട്ടിയിട്ടില്ല. കാരണം നട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് വളം ചെയ്യലൊന്നും നടന്നിട്ടില്ല. പലപ്പോഴും എൻ്റെ കൃഷികൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നടലൊക്കെ നടക്കും, പിന്നീടുള്ള പരിചരണം പറ്റാവുന്ന പോലെ പരിചരിക്കുക. അത് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു തിരക്കിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്യാൻ പറ്റാറുള്ളൂ. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാക്കാനും ഇല്ല. എങ്കിലും ഓരോ സീസണിലും ഇതുപോലുള്ള ഇപ്പോൾ ഈ കൂർക്കയാണെങ്കിൽ കൂർക്ക, അതുപോലെ കാബേജ് ആണെങ്കിൽ കാബേജ്, അങ്ങനെ പരമാവധി ആ സീസൺ നോക്കി വെക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കൂർക്ക കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം നല്ല വെയിൽ വേണം കൂർക്കയ്ക്ക്. മാത്രമല്ല ഒരുവിധം വലിപ്പമുള്ള കൂർക്കമണികൾ കിട്ടാറുമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂർക്കയ്ക്ക് ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെക്കുമ്പോഴുള്ള ഗുണം, അത് പറിച്ചെടുക്കാനുള്ളൊരു എളുപ്പമാണ്. നമ്മൾ മണ്ണിൽ നട്ടിട്ട് അത് കൊത്തി കളച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗിൽ നല്ല മണ്ണ്, ഇളക്കമുള്ള മണ്ണിൽ നമ്മളിങ്ങനെ കൂർക്ക നടുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-11 കഷ്ടി ഗ്രോ ബാഗാണ് ഉണ്ടായിരുന്നത്. അതിലെല്ലാ കൂർക്കയും ഞാൻ പറിച്ചു നോക്കി. അപ്പോൾ ഏതാണ്ട് എന്തോരം കൂർക്ക കിട്ടിയെന്നറിയാനൊക്കെ ആയിട്ട് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് തൂക്കം നോക്കി. അപ്പോൾ തൂക്കം നോക്കിയപ്പോൾ ഒരുവിധം മോശമില്ലാത്ത വിളവ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2,350 അത്രയും തൂക്കാണ് എനിക്ക് കൂർക്ക കിട്ടിയത്. സംഭവം ഒരു 10-11 ഗ്രോ ബാഗിൽ നിന്നാണ്. എങ്കിൽ പോലും നമുക്കൊരു 2 പ്രാവശ്യമായിട്ട് ഉപ്പേരി വെക്കാനുള്ള ഒരു കൂർക്ക ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൂർക്ക കൃഷി ചെയ്യുകയും ചെയ്യുക. മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമായാലും ഞാൻ വീണ്ടും ഇതിൻ്റെ തലപ്പുകൾ പൊടിച്ചു വരുമ്പോൾ അത് നുള്ളി വയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാനിതാ കൂർക്ക ഉപ്പേരി വെച്ചു. എങ്ങനെയുണ്ട്? ഓക്കേ.